നമസ്കാരം. ടോപ്പ് ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ നോക്കി വരാം. അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം. ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിവെപ്പ്. തിരിച്ചടിച്ച് ഇന്ത്യ 2 ഭീകരരുടെ വീടുകൾ തകർത്തു. കുൽഗാമിൽ 2 പേർ അറസ്റ്റിൽ. സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെ ഭീഷണിയുമായി പാക് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ. IT പാർക്കുകളിൽ മദ്യം നൽകാനുള്ള അനുമതി മദ്യനയത്തിന്റെ ഭാഗമെന്ന് മന്ത്രി പി രാജീവ്. IT പാർക്കുകളിലും വ്യവസായ പാർക്കുകളിലും ഇത്തരം സംവിധാനങ്ങൾ വേണം എന്നുള്ളത് നയത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ മിക്കവാറും എല്ലായിടത്തും ഉള്ള സംവിധാനം തന്നെയാണ്. അപ്പോൾ അത് കേരളത്തിലും നടപ്പിലാക്കപ്പെടുന്നുണ്ട്. അത് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അത് നടപ്പിൽ വരുന്നതിന് കുറച്ച് സമയം എടുത്തു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അത് പ്രായോഗികമായി വരികയാണ്. കേരളത്തിൽ ആദ്യമായിട്ടല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും വകുപ്പ് എല്ലാ വർഷവും ചർച്ച ചെയ്തിട്ടൊരു പരിശോധന വരിക. എന്തായാലും ഒരു സ്ഥാപനത്തിനല്ലേ അംഗീകാരം കൊടുക്കുള്ളൂ. അപ്പോൾ അതിൻ്റെതായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സുതാര്യമായിട്ട് തന്നെ ആയിരിക്കും നടപടികൾ സ്വീകരിക്കുക. കൊച്ചി വിമാനത്താവളത്തിൽ വൻ ലഹരി മരുന്ന് വേട്ട. 5.5 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. മലപ്പുറം സ്വദേശി പിടിയിൽ. ഒറ്റപ്പാലം മനീശ്ശേരി കിള്ളിക്കാവ് പൂരത്തിനിടെ BJP പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഷൊർണൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെ 3 ഡിവൈഎഫ്ഐ പ്രവർത്തകരെയാണ് വടിവാൾ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. അന്ത്യം കോഴിക്കോട് മലാപ്പറമ്പിലെ വീട്ടിൽ. വിട പറഞ്ഞത് കേരള ചരിത്രത്തിന്റെ നിഘണ്ടു എന്നറിയപ്പെടുന്ന ചരിത്രകാരൻ. ഇന്ത്യൻ ചരിത്ര ഗവേഷണത്തിന് അമൂല്യ സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു MGS നാരായണൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. NM വിജയന്റെ ആത്മഹത്യയിൽ K സുധാകരനെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം മൊഴിയെടുത്തത് സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിലെത്തി. തനിക്കറിയാവുന്ന വിവരങ്ങൾ പോലീസിന് നൽകിയെന്ന് K സുധാകരൻ. പെരുമ്പാവൂരിൽ 2 ലക്ഷം രൂപയുടെ ഹെറോയിനുമായി ഹരിയാന സ്വദേശി പിടിയിൽ. പിടിയിലായത് റിംഗ്വാൻ അലി. 13 ഗ്രാം ഹെറോയിൻ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. തേക്കടിയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയിൽ നിന്ന് ഡ്രൈവറെ വലിച്ചു പുറത്തിട്ടു. ദൃശ്യങ്ങൾ പുറത്ത്. വന്യജീവി ആക്രമണം കേന്ദ്ര സർക്കാർ ഗൗരവത്തിലെടുക്കുന്നില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഇതിൻ്റെ ഗൗരവം അവർക്ക് ബോധ്യമാകുന്നില്ല. കഴിഞ്ഞ വൈൽഡ് ലൈഫ് ബോർഡിൻ്റെ യോഗത്തിൽ പോലും നമ്മുടെ പ്രതിനിധികൾ ഇത്തരം ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ അവർ നമ്മളീ പറയുന്ന ഒരു തമാശയായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് തൽക്കാലം ഒരു നടപടി സ്വീകരിക്കാനുള്ള താൽക്കാലിക അനുവാദമെങ്കിലും കിട്ടണം. നമ്മൾ കേരള നിയമസഭ പാസ്സാക്കിയ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ട ഭേദഗതികൾ വരുത്താൻ കേന്ദ്ര ഗവൺമെൻറ്റിനോട് നിർദ്ദേശിക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കാമോ എന്നൊരു വിഷയത്തിൽ നാളെ 28-ാം തീയതി രാവിലെ എറണാകുളത്ത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ അധ്യക്ഷതയിൽ സാന്നിധ്യത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ ഈ പ്രശ്നം പെരുമ്പാവൂരിൽ പുഴയിൽ വീണ് പെൺകുട്ടി മരിച്ചു. സഹോദരിയെ രക്ഷപ്പെടുത്തി. അപകടം നടക്കാനിറങ്ങിയപ്പോൾ കാൽ വഴുതി വീണ്. കോട്ടയം ഇരട്ടക്കൊലപാതകത്തിൽ കൈരളി ന്യൂസ് പുറത്തുവിട്ട CCTV ദൃശ്യം തെളിവായി ശേഖരിക്കാൻ പോലീസ്.
സൂപ്പർ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ നേരിടും. മത്സരം വൈകിട്ട് 4:30. ഒരാളുടെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞു. KM എബ്രഹാമിനെതിരായ CBI കേസിൽ സർക്കാർ എല്ലാ വസ്തുതയും പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് EP ജയരാജൻ. ഏതെങ്കിലും വ്യക്തികളുടെ അഭിപ്രായങ്ങളോ അഭിപ്രായ സ്വരൂപീകരണങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല ഗവൺമെന്റ് നിരീക്ഷിക്കുക. വസ്തുതാപരമായി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കുക. അയാളുടെ പേരിൽ കുറ്റം ആരോപിച്ചാൽ അയാൾ കുറ്റവാളിയല്ല, അദ്ദേഹത്തിന്റെ പേരിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലേ ഇപ്പോഴുള്ളത്. ആ കാര്യങ്ങളെല്ലാം വിശദമായി ഗവൺമെന്റ് പരിശോധിക്കും. നിങ്ങൾക്കെതിരെ അതിലിങ്ങനെ ഒരു വേവലാതിയും ഒരു ബന്ധപ്പാടും. ഈ ഗവൺമെന്റ് ശരിയേ ചെയ്യൂ. ഈ ഗവൺമെന്റ് കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. ഒരു കുറ്റവാളിയെയും ഇന്ന് വരെ രക്ഷിച്ചിട്ടില്ല, രക്ഷിക്കുകയുമില്ല. അതാണ് ഈ ഗവൺമെന്റ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നീതിയും സത്യവും അഴിമതി വിരുദ്ധ നിലപാടുകളും സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് അതിന്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കും. ഒരാളുടെ സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കമ്മീഷനിങ്ങിനുള്ള ഒരുക്കത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മെയ് 2 കമ്മീഷനിങ്ങിന് മുന്നോടിയായി മുഖ്യമന്ത്രി ഇന്ന് വിഴിഞ്ഞത്ത്. കിളിമാനൂരിൽ അമിത വേഗതയിലെത്തിയ വാഹനം ഇടിച്ച വയോധികൻ മരിച്ചു. മരിച്ചത് കേശവപുരം BG നിവാസിൽ ഭാസ്കരൻ. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ആവശ്യമില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. പീക്ക് അവറിൽ മാത്രമേ ചെറിയ പ്രശ്നമുള്ളൂ. അതൊക്കെ മേടിക്കാനുള്ള കരാറൊക്കെ ആയിരുന്നു. വേറെ വലിയ പ്രശ്നം വരില്ല. അതായത് ലോഡ് ഷെഡിങ്ങിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരില്ല എന്നാണ് വിശ്വാസം. അതുപോലെ ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് പകലൊന്നും ഒരു പ്രശ്നമില്ല. രാത്രി പീക്ക് അവറിൽ മാത്രമേ ചെറിയ പ്രശ്നമുള്ളൂ. അതൊക്കെ മേടിക്കാനുള്ള കരാറൊക്കെ ആയിരുന്നു. വേറെ വലിയ പ്രശ്നം വരില്ല. അതായത് ലോഡ് ഷെഡിംഗ് തിരുവനന്തപുരം കഴക്കൂട്ടം ഫാത്തിമ മാതാ പള്ളിമുറ്റത്തെ മാതാവിന്റെ പ്രതിമ തകർത്തു. കുരിശടിയോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന പ്രതിമയാണ് തകർത്തത്. സംഭവത്തിൽ പ്രതി പിടിയിൽ. എട്ടാമത് നാഷണൽ റോയിങ് ഇൻഡോർ ചാമ്പ്യൻഷിപ്പ് ആലപ്പുഴയിൽ സായി വാട്ടർ സ്പോർട്സ് സെന്ററിൽ വെച്ച് ഇന്ന് മുതൽ 30-ാം തീയതി വരെയാണ് മത്സരങ്ങൾ. നടിമാരെ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചെന്ന കേസിൽ അറസ്റ്റിലായ സന്തോഷ് വർക്കിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ചുമത്തിയത് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും IT ആക്ട് പ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ. വയനാട് മേപ്പാടി എരുമക്കൊല്ലിയിൽ കാട്ടാനയെ ഉൾവനത്തിലേക്ക് കടത്താനുള്ള നടപടികളുമായി വനം വകുപ്പ്. മുത്തങ്ങയിൽ നിന്നും കുങ്കിയാനകളായ വിക്രമിനെയും ഉണ്ണികൃഷ്ണനെയും സ്ഥലത്തെത്തിച്ചു. ശ്രമം പരാജയപ്പെട്ടാൽ മയക്കുവെടിവെക്കും. സംഗീതഹാസ്യ നൃത്തവിരുന്നൊരുക്കി കാഴ്ചയുടെ പുതുവസന്തവുമായി കൈരളി TV അവതരിപ്പിക്കുന്ന തിരൂർ കാർണിവൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി V അബ്ദുറഹ്മാൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. കൈരളി TV സംഘടിപ്പിക്കുന്ന കാർണിവൽ മെയ് 17 കോട്ടയം ഏറ്റുമാനൂരിൽ നടക്കും. ഇതിനു മുന്നോടിയായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം ഏറ്റുമാനൂരിൽ നടന്നു. പരിപാടിയുടെ വിജയത്തിനായി 101 അംഗ സംഘടനാ സമിതിയെ തെരഞ്ഞെടുത്തു. നെൽകൃഷിക്ക് രോഗം ബാധിച്ച കോഴിക്കോട് ചെരണ്ടത്തൂർ ചിറയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. കോഴിക്കോട് പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ നിന്നുള്ള വിദഗ്ധരാണ് നെൽപ്പാടം സന്ദർശിച്ചത്. തൊമ്മൻകുത്തിൽ കുരിശ് സ്ഥാപിച്ചത് വനഭൂമിയിലാണെന്ന വനം വകുപ്പിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CB വർഗീസ്.
ആനയെ വ്യാസ ആർട്സ് ആൻഡ് കൾച്ചറൽ സെന്ററിന്റെയും ഭാരത് ഭവന്റെയും നേതൃത്വത്തിൽ സരസ്വതി സമ്മാൻ ജേതാവ് കവി പ്രഭാവർമ്മയ്ക്ക് തിരുവനന്തപുരത്ത് ആദരവ് നൽകി. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മികവിന്റെ കേന്ദ്രങ്ങൾ കാലോചിത മാറ്റത്തിലെ സുപ്രധാന ചുവടുവയ്പ്പെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്കുള്ള അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ചികിത്സ കിട്ടുന്ന സർക്കാർ ആശുപത്രി ചികിത്സാ രംഗത്ത് വെക്കുന്നത് മറ്റൊരു ചുവടുവയ്പ്. തിരുവനന്തപുരത്തെ പ്രധാന ജയിലുകൾ സന്ദർശിച്ച് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് VK മോഹനൻ. ജയിലിൽ കഴിയുന്ന കുറ്റവാളികളുടെ പരോളിൽ കാലതാമസം ഉണ്ടാകാതെ തീരുമാനമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. നടൻ മമ്മൂട്ടിയുടെ ഇടപെടലിൽ 3.5 വയസ്സുകാരി നിദ ഫാത്തിമയ്ക്ക് ലഭിച്ചത് പുതുജീവൻ. അടിയന്തരമായി ഹൃദയ ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ച 3.5 വയസ്സുകാരിക്ക് തുണയായത് മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ. കുട്ടിക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ലഭ്യമാക്കി ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു നടത്തി. ഇതോടെ ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു.